എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വൺ പീസിലെ രണ്ട് പവർ സിസ്റ്റമാണ്. ഒന്ന് യോങ്കോയും ഒന്ന് നമ്മുടെ 7 വാർലോഡ്സും. വൺ പീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേൾഡിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് പവർ ഹൗസസുകളാണ് ഈ 7 വാർലോഡ്സും അതുപോലെ തന്നെ യോങ്കോസും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മാത്രം വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, പലരും ചെയ്യാതെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വിവരിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഇപ്പോഴത്തെ യോങ്കോസിനെ അല്ല കൂട്ടുന്നത്, നമ്മൾ ടൈം സ്കിപ്പിന് മുമ്പ് ഉണ്ടായിരുന്ന യോങ്കോസിലെ വൈറ്റ് ബിയർഡ്, കൈഡോ, ബിഗ് മാം, ഷാങ്ക്സ്, ഇവർ 4 പേരും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ 7 വാർലോഡ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീഹോക്ക്, അതുപോലെ തന്നെ ബ്ലാക്ക് ബിയർഡ്, പിന്നെ നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ മോൻ, പിന്നെ നമ്മുടെ ലോ, അതുപോലെ തന്നെ ഡോഫ്ലമിംഗോ, ബോയ ഹാൻകോക്ക്, ജീംബെ, അതുപോലെ തന്നെ ഗെക്കോമോറിയ, പിന്നെ നമ്മുടെ പഗ്ഗി, പിന്നെ കൂമ, അതുപോലെ തന്നെ ക്രോക്കഡൈൽ. ഇവരൊക്കെയാണ് നമ്മുടെ വാർലോഡ്സ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാർലോഡ്സിൻ്റെ ഭാഗത്ത് നല്ല രീതിക്ക് ആൾക്കാർ കൂടുതലുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കുക? അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വാർലോഡ്സിൻ്റെ പവർ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാർലോഡ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ബ്ലാക്ക് ബിയർഡും ഒന്ന് നമ്മുടെ മീഹോക്കുമാണ്. ഇവർ 2 പേർക്കും നമ്മുടെ യോങ്കോ ലെവൽ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും ഒരു യോങ്കോനെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മീഹോക്കിൻ്റെ ഓപ്പണൻറ്റ് ഷാങ്ക്സ്, നമുക്കറിയാം ഇവർ തമ്മിൽ ഒരുപാട് ബാറ്റിൽസ് നടന്നിട്ടുണ്ട്. അത് പലപ്പോഴും ഡ്രോയിലാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നമ്മുടെ ഷാങ്ക്സിനെ നേരിടാൻ മാത്രം പവർ ഉള്ളത് നമ്മുടെ മീഹോക്കിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സിൻ്റെ കാര്യം നമ്മുടെ മീഹോക്ക് ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കോളും. വേണമെങ്കിൽ സപ്പോർട്ടിന് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറെ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ 3 യോങ്കോസാണ് ബാക്കിയുള്ളത്. അതിൽ ബിഗ് മാമിനെ വേണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് ഒറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് മാം കൂടുതലും തന്നെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവറാണ് യൂസ് ചെയ്തത്. നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബിയർഡിനായിക്കോട്ടെ തൻ്റെ പവർ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് മാമിന് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നല്ല രീതിക്ക് തന്നെ പണി കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഡോഫ്ലമിംഗോനെ കൂടി നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ ബാറ്റിൽ നമുക്കൊരു ഫെയർ ബാറ്റിലായിട്ട് കാണാൻ കഴിയുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ബിഗ് മാമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുവരെ വെച്ചിട്ടുള്ള മാച്ചപ്സിൽ ഞാൻ പറയുന്നത് ഇവർ നമ്മുടെ യോങ്കോസിനെ ഡിഫീറ്റ് ചെയ്യുന്നല്ല, ഈ യോങ്കോസായിട്ട് ജസ്റ്റ് ചാൻസ് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു മാച്ചപ്പാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള മാച്ചപ്സ് കൂടെ നമുക്ക് നോക്കാം. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ വൈറ്റ് ബിയർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ബിയർഡിനെ നേരിടാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു വാർലോഡ് ഒറ്റയ്ക്ക് ഈ ഗ്രൂപ്പിൽ എന്തായാലും ഇല്ല. ഇനി ഒരു ടീമപ്പായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വൈറ്റ് ബിയർഡ് ജോഡി എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇനി ഫ്രീ ആയിട്ടുള്ള വാർലോഡ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോയ ഹാൻകോക്ക്, ജീംബെ, ക്രോക്കഡൈൽ, അതുപോലെ തന്നെ ബാഗി, പിന്നെ നമ്മുടെ ലോ, പിന്നെ നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ മോനും. ഇവർ 6 പേരാണ് ഇനി ഫ്രീ ആയിട്ടുള്ളത്. ഇവർ 6 പേരും നമ്മുടെ വൈറ്റ് ബിയർഡുമായിട്ട് ഫൈറ്റ് ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ വൈറ്റ് ബിയർഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. കാരണം നമ്മളെ ലോ കുറച്ച് പവർഫുള്ളാണ്. അതുപോലെ തന്നെ ബോയ ഹാൻകോക്കും, ജീംബെ, പിന്നെ നമ്മുടെ പ്രൈം മോറിയ, ക്രോക്കഡൈൽ, ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബിയർഡിനെ വേണമെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓൾഡ് വൈറ്റ് ബിയർഡിനെ കുറിച്ചാണ്, പ്രൈം വൈറ്റ് ബിയർഡിനെ കുറിച്ചല്ല. എന്നിരുന്നാലും നമ്മുടെ യോങ്കോസിൻ്റെ സൈഡിൽ ഒരാൾ കൂടെ ബാക്കിയുണ്ട്, നമ്മുടെ കൈഡോ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വാർലോഡ്സ് മൊത്തമായിട്ട് ടീമപ്പായി വന്നാലും ഇതിൽ നമ്മുടെ കൈഡോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള യോങ്കോസിനെ എങ്ങനെയെങ്കിലും നമ്മുടെ വാർലോഡ്സ് ഡിഫീറ്റ് ചെയ്താലും അവർ നല്ല രീതിക്ക് തന്നെ ഇഞ്ചേർഡ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആർക്കും തന്നെ നമ്മുടെ കൈഡോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം നമുക്കറിയാം നമ്മുടെ കൈഡോ നമ്മുടെ ഒനിഗാഷിമിൽ എത്ര പേരുമായിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മുടെ കൈഡോന് ബാക്കിയുള്ളവരെ സഹായിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാൽ നമ്മുടെ 7 വാർലോഡ്സിന് നമ്മുടെ യോങ്കോസിനെ മുഴുവനായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറി വന്ന ഒരു 3 പേരെങ്കിലും അവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. 4 പേരെ ഒരുമിച്ച് എന്ത് കാരണം വെച്ചാലും നമ്മുടെ 7 വാർലോഡ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. മറ്റൊരു ഡേ വരുന്നവരെ ബൈ ബൈ.